നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ജോലി ഇല്ലാതെ നടക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും റേഡിയോ ലൈഫിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടിട്ട് കുറച്ചായല്ലേ. എനിക്ക് പനിയൊക്കെ ആയിരുന്നു, പിന്നെ ഞങ്ങൾ ഗുരുവായൂരൊക്കെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കുകളൊക്കെ ആയി. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ജോലി ഇല്ലാതെ നടക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. ഇത് പുറം രാജ്യത്ത് പോയി നല്ല സെറ്റിലായി ജീവിച്ച ആൾക്കാരെ ഉദ്ദേശിച്ചേ അല്ല. ഇപ്പോൾ ഞങ്ങളെപ്പോലെ പോയി അവിടെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ അവർക്കുണ്ട്. അപ്പം അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കാം, അല്ലെങ്കിൽ പോകുന്നിടത്തോളം പോകട്ടെ എന്ന് പറഞ്ഞൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ട് പോലും നാട്ടിൽ വന്നാൽ എന്ത് ചെയ്യും, നാട്ടിൽ വന്നാൽ രക്ഷപ്പെടുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്നത്. ഇപ്പം നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമാണ്. അപ്പം അത് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ജോലിക്കാണെങ്കിൽ പോലും എനിക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കിട്ടിയെങ്കിലും ഞാൻ വേറെ ജോലിക്കൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കിട്ടുന്നതിന് മുമ്പ്. അതിന് പോലും നമുക്ക് നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പിന്നെ ഇൻഡീഡിലൊക്കെ CV ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ടും ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പം ഞാൻ വേറെ ജോലിക്കൊന്നും അങ്ങനെ നോക്കുന്നില്ല. എന്നാൽ പോലും നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തതും പിന്നെ അല്ലാതെ നമ്മളുടെ CV കണ്ടിട്ടും ഒക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യം. പുള്ളിക്കാരന് മാർക്കറ്റിംഗ് ഫീൽഡിൽ പുള്ളിക്കാരന് ഇഷ്ടംപോലെ വേക്കൻസികൾ വരുന്നുണ്ട്. ഇപ്പം പുള്ളിയുടെ ഏജ് 40+ ആണെങ്കിൽ പോലും പുള്ളിക്ക് ഇഷ്ടംപോലെ ജോലി കോളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പിന്നെ പുറത്തോട്ട് പോയൊരു സമയത്തെ സാഹചര്യമല്ല ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഞാനൊക്കെ പുറത്തോട്ട് പോയ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് കഴിഞ്ഞ ഉടനെ ആയിരുന്നു. ഒറ്റ വേക്കൻസി പോലും വരുന്നില്ല. നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് മടുത്തു. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മാറിയിട്ടുണ്ട്, നല്ലോണം മാറിയിട്ടുണ്ട്. അപ്പം ഈ ഇത്ര നാൾ കൊണ്ടുള്ളൊരു വലിയ ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാ മേഖലയിലും ആ ഒരു ജോലി സാധ്യതകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഇപ്പോൾ നാട്ടിൽ ജോലി എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കോള് വരികയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാവിലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്കാണെങ്കിലും ഒരു കോള് ചെയ്യും. കോള് വരാത്ത ഒറ്റ കേസ് പോലും ഇല്ല. അത്രയും റെസ്പോൺസ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ അങ്ങനെയല്ലായിരുന്നു. നമുക്ക് ജസ്റ്റ് ചുമ്മാ അയക്കാം, അവരൊന്നും വിളിക്കത്തില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ മാറി. അപ്പോൾ അതുകൊണ്ട് നാട്ടിലെ ജോലി സാഹചര്യം അല്ലെങ്കിൽ നാട്ടിലെ ജോലി സാധ്യത ഇല്ല എന്ന് പറഞ്ഞ് പേടിച്ച് ഒരു അന്യനാട്ടിൽ കടന്ന് ജോലിയും കൂലിയില്ലാണ്ട് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് പറയാൻ കാരണം എനിക്കറിയാവുന്ന എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ ഇതുപോലെ ജോലിയൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ നല്ലൊരു ജോലിയില്ല, എന്നിട്ട് ഭയങ്കര പേടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ വരുമോ വരാതിരിക്കുകയൊക്കെ അവരുടെ കാര്യം. പക്ഷേ നമ്മുടെ നാട്ടിൽ ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ ജോലിയുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ പോലും പിന്നെ നിങ്ങൾ നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടിയ കുറച്ച് അനുഭവങ്ങളുണ്ടല്ലോ. നമ്മളെന്തായാലും IELTS കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ പോകുന്നത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു IELTS ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒക്കെ തുടങ്ങാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളുടെ സാമ്പത്തിക ബാധ്യതയൊക്കെ തീരാൻ സമയമെടുക്കും. ഇപ്പോൾ അത് ഒരു പുറം രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്ത് പൈസ കിട്ടുന്ന പോലെ വേഗത്തിൽ നമുക്ക് കിട്ടത്തില്ല. അതിനുള്ള ടൈം എടുക്കും. പക്ഷേ എന്നാൽ പോലും നമ്മുടെ നാടാണ്. നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധ്യതകളില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം IELTSൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു വിദേശ രാജ്യത്തല്ലായിരുന്നു. അപ്പം എന്തായാലും നമ്മുടെ ഇംഗ്ലീഷൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും എന്നല്ല, ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ട്രൈ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ശ്രമിക്കാം. ഓൺലൈനായിട്ട് ഇപ്പം ഒരുപാട് എൻ്റർപ്രണേഴ്സ് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ 0 ഇൻവെസ്റ്റ്മെൻറ്റ് പോലും മതി. നിങ്ങൾക്ക് അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമേ വരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കാം. പിന്നെ നമ്മുടെ നാട്ടിൽ ബിസിനസ് തുടങ്ങണം വേണം എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം അതിൻ്റെ അവസ്ഥ ഇപ്പോഴും മോശമൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും എന്താ പറയുക, ഇപ്പോൾ കുറച്ചും കൂടെ ഗവൺമെൻറ് സപ്പോർട്ടീവാണ്. MSME പോലത്തെ സംഭവങ്ങളൊക്കെ തുടങ്ങാനൊക്കെ കുറച്ചും കൂടെ സപ്പോർട്ടീവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വേണമെങ്കിൽ ആലോചിക്കാം.
പിന്നെ ജോലി നമ്മുടെ കേരളത്തിലില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിൽ നോക്കാം. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ആണെങ്കിലും വേക്കൻസികളൊക്കെ വരുന്നുണ്ട്. ഇപ്പം എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം മാത്രമേ പറയാൻ അറിയത്തുള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ജോലി സാധ്യതകളെക്കുറിച്ചും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഡിജിറ്റൽ കൊട്ടക എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരുപാട് വേക്കൻസികളും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണെങ്കിലും നല്ലോണം വേക്കൻസികൾ വരുന്നുണ്ട്. ഇപ്പം ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ IT റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് നല്ല വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നല്ലപോലെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പുറത്തെ രാജ്യത്ത് പോകുന്നതിന് മുമ്പ് വരെ എങ്ങനെ ജോബ് സെർച്ച് ചെയ്യണമെന്നൊന്നും വലിയ ഐഡിയ കാണത്തില്ല. നമ്മൾ ആ പുറം രാജ്യത്ത് പോയി കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജോബ് സെർച്ചിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നത്. അപ്പം നമ്മൾക്ക് അറിയാവുന്ന പോർട്ടൽസിലെല്ലാം കയറി നന്നായിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1 മാസത്തിനുള്ളിൽ തന്നെ സുഖമായിട്ട് ജോലിക്ക് കയറാൻ പറ്റും. അല്ലാതെ കയറാൻ പറ്റാത്ത അവസ്ഥയില്ല. ഇൻ്റർവ്യൂ കോളെങ്കിലും തീർച്ചയായിട്ടും വരും. അപ്പം അത്രയും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആത്മാഭിമാനം കൊണ്ടാണ് പലരും വരാൻ മടിക്കുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു രാജ്യത്ത് നിങ്ങളാകെ കഷ്ടപ്പെട്ട് ദുരിതത്തിൽ ജീവിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മുടെ സ്വന്തം നാട്ടിൽ വന്ന് ജീവിക്കുന്നതാണ്. ഇപ്പം കാനഡയുടെ അവസ്ഥ അല്ലെങ്കിൽ UK അവസ്ഥ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയ സമയത്തെ പോലൊന്നും അല്ല. ഇപ്പം അവിടെ കാനഡയിൽ PR കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പിള്ളേർ ഭയങ്കരമായിട്ട് സമരം ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് വേണ്ട ആൾക്കാരെ. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കും എന്നുള്ളത് പലർക്കും ഭയങ്കര ചോദ്യചിഹ്നമാണ്. അവിടെ പ്രോപ്പർ ജോലിയില്ല, പിന്നെ മുന്നോട്ട് പോക്ക് എക്സ്പെൻസ് ഭയങ്കര കൂടുതൽ, PR കിട്ടുമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യും എന്നറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ അങ്ങനെ ആകും എന്ന് വിചാരിച്ചിട്ടല്ല ആരും വിദേശ രാജ്യത്തേക്ക് പോകുന്നത്. പക്ഷേ ഇപ്പം അവിടുത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. അപ്പം എനിക്കാണെങ്കിലും അത് അങ്ങനെയാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹോപ്പ്ലെസ് ആയിട്ട് നിങ്ങൾ ഒരു വിദേശ രാജ്യത്ത് നിൽക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ രാജ്യത്ത് ജോലി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇൻഡീഡ്, നൗകരി, ലിങ്ക്ഡിൻ അത്തരം പോർട്ടൽസിൽ കയറിയിട്ട് നമ്മുടെ നാട്ടിലെ ജോബ് വേക്കൻസീസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തുമാത്രം ഇപ്പോൾ ജോലികളുണ്ടെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. അത് കൊടുത്തിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പണ്ടായിരുന്നെങ്കിൽ ഞാനിത് പറയത്തില്ലായിരുന്നു. കാരണം പണ്ട് നമ്മുടെ നാട്ടിലെ ജോലിയുടെ അവസ്ഥ ഇതല്ലായിരുന്നു. നമ്മൾ പോകുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് പിന്നെ CSB ബാങ്കിൽ കയറുന്നതിന് മുമ്പ് ജോലിക്ക് വേണ്ടിയിട്ട് തപ്പിയപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു കോള് പോലും വരാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ അവസ്ഥ മാറിയിട്ടുണ്ട്, നല്ലോണം മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരു കിട്ടുന്ന ജോലിയുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ജോലി നാട്ടിലാണെങ്കിലും ചെയ്യാം. നമ്മളിപ്പം പുറത്ത് പോയിട്ട് പാർട്ട് ടൈം ജോലി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചല്ലോ. അപ്പം പാർട്ട് ടൈമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്ത് ഒരു അഡീഷണൽ ഇൻകം ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈ പറയുന്ന സാമ്പത്തിക ബാധ്യതയൊക്കെ മാറ്റാൻ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് വേറെ രാജ്യത്ത് പോയിട്ട് എന്ത് പണിയും ചെയ്യാമെന്നുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തും അത് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അതിനത്ര നമ്മൾ നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റാഴികയില്ല. ഞാനിപ്പം നാട്ടിൽ വന്നിട്ട് അനുഭവിക്കുന്ന ഒരു സമാധാനവും സ്വസ്ഥതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത് നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടാതെ ഇരിക്കത്തില്ല എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നാട് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ ആരെ പേടിച്ചിട്ടാണ് നിങ്ങളുടെ സ്വന്തം നാട്ടിൽ വരാതെ ഇരിക്കുന്നത്? വേറെ രാജ്യത്ത് കിടന്ന് നരകജീവിതം അനുഭവിക്കുന്നതിൽ നല്ല സ്വന്തം നാട്ടിൽ വന്നിട്ട് ഒന്ന് സമാധാനമായിട്ട് ജോലിക്ക് ട്രൈ ചെയ്ത് എവിടെയെങ്കിലും കയറുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ജോലി സാധ്യതകളെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടും ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചാനലും എല്ലാവരും കയറി കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുന്നത് വരെ ബൈ ബൈ.